കൊച്ചിയിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം സ്വദേശി ഷാനുവിനെയാണ് കൊച്ചിയിലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷാനുവിനെതിരെ പീഡന പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? പ്രൊഡക്ഷൻ കൺട്രോളർ ഷാനു ഇസ്മയിലിനെയാണ് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 10 ദിവസമായി ഷാനു ഇവിടെ താമസിച്ചു വരികയായിരുന്നു. മുറിയിൽ നിന്നും പുറത്തു വരാത്തതുകൊണ്ട് അന്വേഷിച്ചപ്പോഴാണ് ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ കൊച്ചി സെൻട്രൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ട ആളാണ് ഷാനു. തിരുവനന്തപുരം സ്വദേശിയാണ് മരിച്ച ഷാനു. ഈ ഷാനു നേരത്തെ ഒരു നടിയുടെ ബലാത്സംഗ പരാതിയിൽ പ്രതിയാക്കപ്പെട്ട ആളാണ്. 2018 ഈ സംഭവം നടക്കുന്നത്. 2018 സിനിമയിലും സീരിയലിലും അവസരം വാഗ്ദാനം ചെയ്ത് ചൂഷണം ചെയ്തുവെന്നായിരുന്നു ഷാനുവിനെതിരെയുള്ള നടിയുടെ പരാതി. ഷാനുവിനെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസായിരുന്നു കേസെടുത്തത്. ഈ കേസ് ഷാനുവിനെതിരെ നിലനിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണവും ഉണ്ടായിരിക്കുന്നത് എന്നത് പ്രസക്തമായ കാര്യമാണ്. ഈ മാസം 11 സുഹൃത്തുക്കളോടൊപ്പം കൊച്ചി MG റോഡിലുള്ള ഹോട്ടലിൽ ഷാനു മുറിയെടുത്തത്. 10 ദിവസമായി ഇവിടെ താമസിച്ചു വരികയും ചെയ്യുന്നു. ഇതിനിടയിൽ ഷാനുവിന്റെ മുറിയിൽ നിന്നും വിവരങ്ങളൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിലവിൽ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. സെൻട്രൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. രോഹിണി. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.